ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പണികൾ പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന പെരിഞ്ഞനം മൂന്നുവിടിക ബൈപ്പാസാണ്. തുടക്കത്തിൽ തന്നെ എല്ലാ ഫോളോവേഴ്സിനോടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ക്ഷമ ചോദിക്കുകയാണ്. തൃശ്ശൂർ ഭാഗത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള പലരും എന്നെ കോൺടാക്ട് ചെയ്യലുണ്ട്. ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഒന്ന് വിളിക്കണം, ഒന്ന് കാണണം എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് മാത്രമാണ്. എന്നാലും പരമാവധി വരുന്ന സമയത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിന്ന് നമ്മളെ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസിൻ്റെ വീഡിയോ ഡ്രോൺ ഷോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടാണ് ശിവാലയൻ്റെ രണ്ട് സ്റ്റാഫുകൾ, എഞ്ചിനീയേഴ്സാണെന്ന് തോന്നുന്നുണ്ട്, സൈറ്റ് എഞ്ചിനീയർ തോന്നുന്നുണ്ട്. അവർ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണ്. അപ്പോൾ എന്നെ കണ്ട സമയത്ത് അവർ പോയ വഴി തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാനുള്ളത് മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസിൻ്റെ മോൾ ഭാഗത്ത് കേട്ടോ. ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ ഇത് മിക്കവാറും തുറന്നു കൊടുക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വിഷയം കൂടി ഉണ്ട്. അപ്പോൾ തുടക്കം നമുക്ക് മൂന്നുവിടിക പെരിഞ്ഞനം ടൗൺ ഒന്ന് കണ്ടുപോരട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ്. നമ്മുടെ തൃപ്രയാർ, വലപ്പാട് ടൗണും അതുപോലെ തന്നെ ചന്ദ്രാപിന്നി ടൗൺ മാതിരി തന്നെ ചെറിയ ടൗൺ ആണെങ്കിലും നല്ല തിരക്കുണ്ട്. അപ്പം 2.6 കിലോമീറ്ററാണ് ഈ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസ് വരുന്നത്. അപ്പം നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് പുന്നക്ക ബസാറിൻ്റെ അവിടെ നിന്നാണ്. പുന്നക്ക ബസാറിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ഇത് അവസാനിക്കുന്നത് വഴിയമ്പലം ഭാഗത്താണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇപ്രാവശ്യം മൂന്നുവിടിയ ഭാഗത്ത് വന്ന സമയത്ത് ഉച്ചഭക്ഷണം കഴിച്ചത് ഈ മൂന്നുവിടിയ ഭാഗത്ത് നിന്നാട്ടോ. ഒരു അടിപൊളി ഹോട്ടലിനാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല അടിപൊളി അൺലിമിറ്റഡ് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ പുള്ളിച്ചുമാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം ഞാൻ അവരോട് പറയുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് നമ്മളൊരു ഫോളോവർ എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്നിരുന്നു. ഫൈസൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് പിന്നീട് പിരിഞ്ഞത്. ഇതുപോലെയുള്ള കുറേ ആളുകളെ യാത്ര ചെയ്യുന്ന സമയത്ത് പലരും എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ വന്ന് സംസാരിക്കലുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ച് പിന്നീട് ബന്ധപ്പെടലൊക്കെ ഉണ്ട്. എന്തായാലും സൗഹൃദം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് പുന്നക്ക ബസാർ. ഈ പുന്നക്ക ബസാറിൽ നിന്നാണ് നമ്മളെ മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പുന്നക്ക ബസാറിൽ നിന്ന് തന്നെയാണ് പിന്നീട് നമ്മളെ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസും തുടങ്ങുന്നുണ്ട്. അപ്പോൾ പുന്നക്ക ബസാർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് കൊറ്റംകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ആ കുളം നിലനിർത്തിയിട്ട് അവിടെ ഒരു പാലം പണിതിരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2026 ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന സമയത്ത് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും ആറി പാനലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരുന്നു. പക്ഷെ ഇപ്പം അവിടുത്തെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കൊറ്റംകുളം ഭാഗത്തുള്ള പാലം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെരിഞ്ഞനം ഭാഗത്തുള്ള അണ്ടർപാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർപാസും ഈ പാലവും തമ്മിൽ പിന്നീട് പൂർണ്ണമായി കണക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വലതു ഭാഗത്തെ റോഡ് കണ്ടോ നിങ്ങൾ, അതാണ് നേരെ പെരിഞ്ഞനം മൂന്നുവിടിക ഭാഗത്തേക്ക് പോകുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളെ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ, ഈ പെയിൻ്റ് അടിക്കാത്ത ഈ പാലം, അതാണ് പെരിഞ്ഞനം ഭാഗത്തുള്ള അണ്ടർപാസ്. അത് കഴിഞ്ഞിട്ട് ആ പെയിൻ്റ് അടിച്ചൊരു പാലം കണ്ടോ നിങ്ങൾ, അതാണ് നമ്മളെ കൊറ്റംകുളം നിലനിർത്തിയിട്ട് നിർമ്മിച്ച പാലം. അപ്പോൾ ഈ രണ്ട് പാലം കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ബോർ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, സോയിൽ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അണ്ടർപാസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പാലത്തിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിൻ്റെ പണി മാത്രമേ നടക്കാനുള്ളൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ ഫോളോവേഴ്സിനോടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 മുതലുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു ഈ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസ് തുടങ്ങുന്നതിന് മുൻപുള്ള അവസ്ഥ എന്ന് കാണുന്നുണ്ടെങ്കിൽ നേരെ അതൊന്ന് പോവുക. യൂട്യൂബിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ മൂന്നുവിടിക എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ പാലത്തിനോടനുബന്ധിച്ചിട്ട് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിനുള്ള പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വർക്ക് നടക്കാനുണ്ട്. എന്തായാലും ഏകദേശം 80% നമ്മളെ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. നമ്മൾ നേരത്തെ ചന്ദ്രാപിന്നി ബൈപ്പാസ് കണ്ടില്ലേ, ആ ചന്ദ്രാപിന്നി ബൈപ്പാസിൻ്റെ മാതിരി തന്നെയാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രാപിന്നി ബൈപ്പാസിൽ 2 അണ്ടർപാസുകൾ മാത്രമുള്ളൂ. പക്ഷേ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസിൽ 4 അണ്ടർപാസുകളുണ്ട്. ഒന്ന് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമായ പെരിഞ്ഞനത്തും അവസാനിക്കുന്ന സ്ഥലമായ വഴിയമ്പലത്തും, പിന്നെ അതുപോലെ തന്നെ മൂന്നുവിടിയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെ ഒരു അണ്ടർപാസ് ഉണ്ട്. പെരിഞ്ഞനത്തിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിന് കുറുകയും ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഇനി കാര്യമായിട്ടൊരു വർക്ക് നമ്മുടെ മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസിൽ നടക്കാനുള്ളത് ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് പെരിഞ്ഞനം ഭാഗത്ത് വന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്ന സ്ഥലം കേട്ടോ. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗം കടന്നുപോയിരിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം വളരെയധികം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ പണികൾ നടത്തിക്കൊണ്ട്. കാരണം മണ്ണ് പരിശോധന വീണ്ടും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് അപ്രോച്ച് റോഡ് പണിതൊക്കെ അപ്രോച്ച് റോഡുകൾ പൊളിച്ചു മാറ്റിയിട്ട് പാലം നീട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീർ ക്യാപ്പൊക്കെ വന്നിട്ടാണ് പിന്നീട് അപ്രോച്ച് റോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തൃശ്ശൂർ റീച്ചിലെ ഓരോ ബൈപ്പാസുകളും പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ വേഗതയിൽ തന്നെ നമ്മളെ
നാട്ടിക ഭാഗത്തുള്ള ടോൾ പ്ലാസന്റെ പണികളും വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിക ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ടോൾ പ്ലാസ വരുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. അത് വരുന്നത് നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത്. കുമ്പളം ടോൾ പ്ലാസ പൂർണ്ണമായിട്ട് ഒഴിവാക്കൂട്ടോ പണി പൂർത്തിയായി കഴിഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ടോൾ പ്ലാസ ഇല്ല എന്നർത്ഥം. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്താണ്. ഇപ്പൊ ഇവിടെ ആറുവരിപ്പാതയുടെ മുകൾ ഭാഗത്ത് BMന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. നോക്കിയാൽ നിങ്ങള് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാരിന്റെ വർക്കും നടക്കുന്നുണ്ട്. ചില വാഹനങ്ങൾ ഇതിൽ കൂടെ സർവീസ് റോഡുകൾ കടന്നു പോകുന്നുണ്ട്. കാരണം രാത്രി കാലങ്ങളിലും നിങ്ങൾ ഈ കൂടെ പോകരുത് കേട്ടോ. അതൊക്കെ ഈ പ്രദേശത്ത് പരിചയമുള്ള ആളുകളാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മതിലകം ബൈപ്പാസ് ഭാഗികമായി തുറന്നു എന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ്. എന്തായാലും ഇത് അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇനി എന്തായാലും അടുത്ത് വരുന്ന മതിലകം ബൈപ്പാസിന്റെ വീഡിയോ എടുക്കാനാണ്. അപ്പൊ നമ്മൾ പെരിഞ്ഞനം ഭാഗത്ത് നിന്ന് നേരെ വഴിയമ്പലം ഭാഗത്തേക്ക് പോകുമ്പോൾ പെരിഞ്ഞനം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പെരിഞ്ഞനം ടൗണിൽ നിന്നും നേരെ ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് മൂന്നുപീടിക ടൗണിൽ നിന്നും നേരെ ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിന് കുറുകെ അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് തന്നെയാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ മൂന്നുപീടിക ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആറിപ്പാന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്തായാലും പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്ക് വരെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തു നിന്നും എറണാകുളം എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഭാഗത്തോട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചാവക്കാട് ബൈപ്പാസ് മാത്രമേ തുറക്കാത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസ് തുറന്നിട്ടുണ്ട്. പിന്നെ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് തുറന്നിട്ടുണ്ട്. ചന്ദ്രാപിന്നി ബൈപ്പാസ് തുറന്നിട്ടുണ്ട്. മൂന്നുപീടിക പെരിഞ്ഞനം ബൈപ്പാസ് ഇപ്പോഴത്തെ പണികൾ അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും ഈ അടുത്ത് തന്നെ തുറക്കുന്നതായിരിക്കും സർവീസ് റോഡെങ്കിലും. അത് കഴിഞ്ഞിട്ട് പിന്നീട് മതിലകം ബൈപ്പാസ് ഈ അടുത്ത് ഞാൻ പറയില്ല നേരത്തെ ഭാഗികമായി തുറന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത് പിന്നീട് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഓൾറെഡി ഓപ്പൺ ആണ്. പക്ഷേ ഇതിലൊക്കെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുറന്ന ബൈപ്പാസുകൾ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും ചിലപ്പം കുറച്ച് പണിയുള്ള സമയത്ത് ഡൈവേർഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് യാത്ര ചെയ്യാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ ചിലപ്പോൾ പോകുമ്പം ഈ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവും. ചില വൈകുന്നേരം വരുന്ന സമയത്ത് ഈ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയെന്ന രീതിയിൽ നല്ല സ്പീഡിലൊന്നും വരരുത്. സൂക്ഷിച്ച് യാത്ര ചെയ്യുക. കാരണം പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. നമ്മൾ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ ഡൈവേർഷൻ ആയിട്ട് അവർ കോൺക്രീറ്റിൻ്റെ ക്രാഷ് ബാരൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ പെരിഞ്ഞനത്തു നിന്ന് തുടങ്ങിയിട്ടുള്ള ബൈപ്പാസ് അവസാനിക്കുന്നത് വഴിയമ്പലം എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. വഴിയമ്പലം ഭാഗത്തുള്ള അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച വന്ന സമയത്തൊക്കെ വഴിയമ്പലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്തത് കാളമുറി അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. കാളമുറി അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാവക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നേരെ മൂന്നുപീടിക ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാളമുറി അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിൽ ഒരു എക്സിറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മളെ വഴിയമ്പലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത്. പിന്നെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഡൈവേർഷൻ കൊടുത്തിരിക്കുന്നത് ക്രാഷ് ബാരിയർ വെച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഈ ലൈൻ ബസ്സുകളൊക്കെ ഈ ആറുവരിപ്പാതയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ബസ് കയറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആറുവരിപ്പാതയിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞിട്ട് CPM ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. പല സ്ഥലത്തും ഇതുപോലെ നടക്കുന്നുണ്ട്. കാരണം സർവീസ് റോഡിൽ ആളുകൾ കാത്തു നിൽക്കുക, ലൈൻ ബസ്സുകളൊക്കെ നേരെ ആറുവരിപ്പാതയിലൂടെ പോവുക. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ആറുവരിപ്പാതയിൽ കയറി യാത്ര ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ബസ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് കൊപ്രാക്കളം അണ്ടർപാസ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പൂർണ്ണമായിട്ട് ഇപ്പോൾ നിലവിൽ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചന്ദ്രാപിന്നി ഭാഗത്തു നിന്ന് നേരെ നമ്മൾ മൂന്നുപീടിക ഭാഗത്തേക്ക് പോരുന്ന സൈഡാണ് ഓപ്പൺ ആയി കൊടുത്തിരിക്കുന്നത്. മറുഭാഗം പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്ന വാഹനങ്ങൾ. ഇതുപോലെയാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ 2026 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ 2 റീച്ചുകളുടെ പണികൾ പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സർവീസ് റോഡിൻ്റെ പണികൾ പല സ്ഥലത്തും കുറച്ചൊന്ന് മോശമായിട്ടുണ്ടെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കട്ട പതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കൈവരികൾ സ്ഥാപിക്കുന്നുണ്ട്. നടപ്പാതയോട് ചേർന്നിട്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ
അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ചാവക്കാട് ബൈപ്പാസിൽ കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസിൽ വാടാനപ്പള്ളിയിൽ നിന്നും തൃശ്ശൂർ റോഡിലേക്ക് പോകുന്ന ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ബാക്കി എല്ലാം 2 ബൈപ്പാസുകളും ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്നുപടിക പെരിഞ്ഞനം ബൈപ്പാസാണ്, പിന്നെ മതിലകം ബൈപ്പാസാണ്. അതൊക്കെ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും 2026 അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നുപടിക പെരിഞ്ഞനം ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.